ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു Noopsworld. ഇന്ന് വീണ്ടും ഒരു മില്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് 1-2 മില്ലറ്റ് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കൂരക് വെച്ചിട്ട് ഇഡ്ഡലി ദോശ റെസിപ്പീസും അതുപോലെ തന്നെ റാഗി വെച്ചിട്ടുള്ള ഇടിയപ്പവും ദോശ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ലിറ്റിൽ മില്ലറ്റ് അഥവാ ചാമ കൊണ്ടുള്ള ഉപ്പുമാവാണ്. ഈ ചാമ അരി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. ഇതിൽ ഒത്തിരി മിനറൽസ് ഉണ്ട്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയാനും നല്ലതാണ്. ഇത് ഹാർട്ടിനും നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലോ ഷുഗർ ലെവൽ കാരണം ഷുഗർ പേഷ്യൻസിനും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചാമ ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പിനടുത്ത് ചാമ അരിയാണ്. അപ്പോൾ ഞാൻ സാധാരണ പറയുന്ന പോലെ അൺപോളിഷ്ഡ് ആയിട്ടുള്ള ചാമ അരി കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ചാമ അരി കൊണ്ട് നമുക്ക് സാധാരണ അരി കൊണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കാം. കണ്ടാൽ തിനരിയുടെ ഏകദേശം അതേ കളറാണെങ്കിൽ കുറച്ചുകൂടി വലിയ സൈസാണ് ഇതിന്. നമ്മൾ ഈ ചാമ അരി ലൂസായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ മണ്ണൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പാക്കറ്റിൽ വരുന്ന അൺപോളിഷ്ഡ് ആയിട്ടുള്ളത് വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മളിപ്പോൾ അരി എടുത്തിട്ടുണ്ട്, ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിന് കോഡോ മില്ലറ്റിൻ്റെ അത്രയും ഫൈബർ കണ്ടൻറ്റ് ഇല്ല, അതിൻ്റെ കളറും നല്ല ലൈറ്റാണ്. പക്ഷേ ഇതിൽ ചിലപ്പോൾ ഒത്തിരി മണ്ണോ അല്ലെങ്കിൽ പൊടിയോ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ശരിക്കും അഴുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു 5-6 പ്രാവശ്യമെങ്കിലും നമ്മളിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതിങ്ങനെ ആദ്യത്തെ തവണ കഴുകുമ്പോൾ തന്നെ നന്നായിട്ട് അഴുക്കൊക്കെ ഇങ്ങനെ പോണത് കാണാം. ഇതിങ്ങനെ കുറച്ച് പ്രാവശ്യം നന്നായിട്ട് കഴുകിയ വെള്ളം ഇങ്ങനെ തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇതങ്ങ് ഊറ്റി വയ്ക്കാം. അപ്പോൾ ചാമ ഇവിടെ വെള്ളം പോകാനൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വയ്ക്കാം. അപ്പോൾ സാധാരണ റവ കൊണ്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നേരത്തെ എടുക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്. ഞാനിവിടെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേപ്പില ഒരു തണ്ട്, പിന്നെ ഒരു 2-3 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായി മുറിച്ചത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവാള എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഒരു 8-10 എടുത്താലും മതിയാവും. പിന്നെ നമ്മളിവിടെ ക്യാരറ്റും ബീൻസും എടുക്കുന്നുണ്ട്, അത് ഓപ്ഷണലാണ്. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബീൻസും ചെറുതായിട്ട് നുറുക്കിയത് ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ അതുപോലെ തേങ്ങ ചിരകിയത് ഒരു 3 ടേബിൾ സ്പൂൺ. ഇപ്പോൾ ക്യാരറ്റും ബീൻസും എടുത്തില്ല എന്നുണ്ടെങ്കിലും തേങ്ങ ഒഴിവാക്കരുത്, കാരണം തേങ്ങ ചേർക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് വേപ്പില, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ തന്നെ ഉള്ളി ഇത്രയും ചേർത്ത് വഴറ്റാം. അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടി ചേർത്തിട്ട് വഴറ്റാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഈ സമയത്ത് നമുക്ക് വേറെ സ്റ്റവ് ഉണ്ടെങ്കിൽ അതിലൊരു 2.5 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കണം. നമുക്ക് ഉപ്പുമാവിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സവാളയൊക്കെ ചെറുതായിട്ട് വഴന്ന് അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വെള്ളം പോകാനായിട്ട് എടുത്ത് വെച്ചിരുന്ന ചാമ അരി ഇതിലേക്ക് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അരി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമല്ലോ, അപ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഇപ്പോൾ നമ്മൾ റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ റോസ്റ്റഡ് റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ ചാമ റൈസ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാക്സിമം ഒരു 1 മിനിറ്റ് നേരം ഇതിങ്ങനെ റോസ്റ്റ് ചെയ്താൽ മതിയാവും. കൂടുതൽ നേരം ഇങ്ങനെ റോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപ്പുമാവ് ഉണ്ടായി കഴിയുമ്പോൾ അത് വേവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ റൈസ് ഇങ്ങനെ ചെറുതായിട്ട് വറക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നു മാത്രമല്ല, ഉപ്പുമാവ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിങ്ങനെ അധികം കുഴയാതെ നമുക്ക് കിട്ടും. 1 മിനിറ്റ് നേരം ഇതിങ്ങനെ ചെറുതായിട്ട് വറുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2-2.5 കപ്പോളം തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബീൻസും ക്യാരറ്റും അരിഞ്ഞു വെച്ചിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി. നമ്മുടെ ചാമ അരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും.
10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉപ്പുമാവൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ ഉപ്പുമാവ് കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടി ഒന്ന് അടച്ചു വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ വെന്ത് കഴിഞ്ഞ് നല്ല തുറന്ന് നോക്കുമ്പോൾ ഒരു ഇത്തിരി നനവ് അതിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇളക്കി കഴിഞ്ഞാൽ അത് റെഡിയാവും. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ചാമ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒത്തിരി ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ഇതിന് വേറെ കറിയൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് ആറി തുടങ്ങുമ്പോൾ ഇതിൻ്റെ ആ നനവൊക്കെ നന്നായിട്ട് മാറും. ചാമ അരി ആയതുകൊണ്ട് റവ കൊണ്ടുള്ള ഉപ്പുമാവിനേക്കാളും ഒരുപാട് ന്യൂട്രീഷ്യസ് ആണ്. അതുപോലെ തന്നെ ഇതിൽ പച്ചക്കറിയും തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കൊരു കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഇത് നല്ല ഗുണമുണ്ടെന്ന് മാത്രമല്ല നല്ല ടേസ്റ്റിയാണ്. റവ കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ Noopsworld സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്